സഹിച്ചേട്ടാ ഞാൻ അവിടെ ഇരുന്നോട്ടെ അല്ലേ? അപ്പം ശരി, ഞാൻ ഇവിടെ സഹിച്ചേട്ടൻ്റെ ഇഷ്ടപ്രകാരം തീരുമാനപ്രകാരം ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാം റെഡി ആയിട്ടിരിക്കാം. അപ്പം ശരി ചേട്ടാ, ഒന്ന് നമുക്കൊന്ന് പരിപാടി തുടങ്ങാം. അപ്പം എന്തൊക്കെയാണ് ഇനി വേണ്ടത്? പഞ്ചസാര, ബട്ടർ, നെയ്യ്, നെയ്യ്, മൈദ, പിന്നെ മസാല. വേറെ മറ്റൊരു സാധനങ്ങളൊന്നുമില്ല, മസാല മാത്രമേ ചേർക്കൂ. മൊത്തം മസാല മാത്രമേ ഉള്ളൂ. ഓക്കെ. മസാലകൾ, പിന്നെ ഫ്രൂട്ട്സ്, ഓക്കെ, മുട്ട, ഓക്കെ, പിന്നെ പഞ്ചസാര കരിച്ച കാരാമിൽ, പഞ്ചസാര കരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് ഇത് കുഴക്കുക? അപ്പൊ നമ്മൾ ഇതിനകത്ത് ആവശ്യമായ മസാല, പഞ്ചസാര, മസാല, അതായത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, സാജീരകം, പിന്നെ ബേക്കിംഗ് പൗഡർ, ഒരു മയം കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അത് നമ്മൾ ഒന്നിച്ചിട്ട് അതെല്ലാം കൂടെ അതിനകത്ത് ചേർത്ത്, പിന്നെ ഇത് ബട്ടർ ഇതിനകത്ത് ചേർക്കാനുള്ള നെയ്യ്, ഇത് നമ്മൾ ഇതിനകത്ത് ഇട്ട്. അപ്പൊ ആവും പറ്റേ. വാ വാ വാ, ഇത് ആരാ? ദേ അടുത്ത പപ്പാഞ്ഞി. ഇത് കൊള്ളാം. അതേ രണ്ടാമത്തെ പപ്പാഞ്ഞിയും വന്നിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിരുന്നിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടെ. അപ്പം ഞങ്ങൾ രണ്ട് പപ്പാഞ്ഞികളും കൂടെ ചേർന്ന് നിന്ന് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇത് ഇട്ട് ഇനി നമ്മൾ എന്താ ചെയ്യുക? അപ്പം നമ്മൾ ചാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേക്ക് ഇഷ്ടമാണ് മോന്? കേക്ക് ഇഷ്ടമാണ്? ഈ കേക്ക് ഇഷ്ടമാണെന്ന് വെച്ചപ്പോൾ ഇല്ലെന്ന് കാര്യം. ഈ കൊല്ലക്കുടി ജീവിക്കണവന് സൂചിയുടെ ആവശ്യമില്ലല്ലോ, നമുക്കല്ലേ കേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതേ ഇവിടെ കേക്ക് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെണ്ണയും അല്ലേ, നെയ്യും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാര മസാല, ഇതൊന്നുമില്ല. ഇതൊക്കെ ഈ വളരെ നാച്ചുറൽ സംഭവങ്ങൾ വെച്ച് മാത്രമാണ് പതേർ കുടുംബം ഇവിടെ ഇതുണ്ടാക്കുക. അതിൻ്റെ ഒരു രുചിയാണ് നമുക്ക് ഈ നാട് കൃത്യമായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കുഴച്ച് കഴിഞ്ഞു. ഇപ്പം തന്നെ വെള്ളം വരാൻ തുടങ്ങി. എനിക്ക് വയ്യ. എന്തായാലും നല്ല ഈച്ചയൊക്കെ വന്നു തുടങ്ങി. കാര്യം മധുരം ഉള്ളിടത്തല്ലേ ഈച്ച വരുള്ളൂ. എന്തായാലും നല്ല മധുരം ഇവിടെ റെഡിയായി കൂട്ടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലേശം ഒന്നിച്ച് ഒഴിക്കത്തില്ല, ലേശം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇത് മുട്ട അല്ലേ? മുട്ട. ഇത് കോഴിമുട്ട അല്ലേ? കോഴിമുട്ട. ഓക്കെ, കോഴിമുട്ട കൂടെ ഇന്ന് മിക്സ് ചെയ്ത് ലേശം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പൊ നല്ല ഇതെന്തിനൊരു മയം കിട്ടാനാണോ? മുട്ട നല്ല സോഫ്റ്റ് പൊങ്ങ് കേക്ക് നല്ല ഇതായിട്ട് വരും. മുട്ട ചേർക്കാതെ കേക്ക് ആവൂല അല്ലേ? ഓക്കെ 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 ഓക്കെ. അമ്മ എന്നാണോ വിശേഷം? എന്നാണ്ട് വിശേഷം? എത്ര കേക്ക് തിന്ന് ക്രിസ്മസിന്? എത്ര കേക്ക് തിന്ന്? 2 കേക്ക് അവൻ തിന്ന് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അവൻ വളരെ മലമ്പാൻ പെരയെടുത്തതുപോലെ എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. 2 കേക്ക് തിന്നെന്ന്. 2 കേക്ക് എനിക്കൊരു കഷ്ണം പോലും തിന്നാൻ പറ്റൂല. അപ്പോൾ അതേ നമ്മൾ ഇതിൻ്റെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതേ തോമാച്ചൻ ചേട്ടൻ എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. അതെന്താണെന്ന് ഇതെന്താണ് സാധനം? എന്താണ് വൈന്? എനിക്ക് ഈ കേക്കല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക്? ഓക്കെ 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 ഓക്കെ. അപ്പോൾ കുറച്ച് വൈൻ കുടിച്ചാൽ മതി. കുറച്ച് വൈൻ. ഇത് ലഹരിയില്ലാത്ത വൈനല്ലേ? സാധാരണ വൈൻ അല്ലേ? അപ്പോൾ അതേ ഇത്രയും രുചിയുള്ള കേക്ക് ഈ വൈനും കൂട്ടി 2 പപ്പാഞ്ഞികൾ ചേർന്ന് ഒന്ന് കുടിച്ചേ. വൈൻ കുടിച്ചേ മക്കൾ, കുടിക്ക്. മതി. അപ്പം നല്ല രുചികരമായ വൈനും നമ്മളിപ്പോൾ മുട്ടയെല്ലാം ചേർത്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ പഞ്ചസാര കരിച്ചത് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. നമ്മൾ മൈദ ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആദ്യത്തെ പടി കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ പടിയല്ല, മെയിൻ പടി കഴിഞ്ഞിരിക്കുകയാണ്.
എല്ലാം ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ പോകണം. റെഡി? നമുക്ക് ബേക്കിംഗ് സ്ഥലത്തോട്ട് പോവാം. ഇതൊരു അസുലഭമായ കാഴ്ചയാണ്. നമുക്കിത് എങ്ങും കാണാൻ പറ്റില്ല. ഇത് മനുഷ്യൻ അവരുടെ പ്രയത്നം കൊണ്ട് ഒരു രുചി ഉണ്ടാക്കി നമുക്ക് തരുന്നത്. ഇതിനകത്ത് എത്രമാത്രം ലാഭം കിട്ടും എന്ന് നമ്മൾ ആലോചിക്കണം. ഒരുപാട് തൊഴിലാളികൾ, ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് നിന്ന് പണിത് കഷ്ടപ്പെട്ട് ഈ രുചി ഉണ്ടാക്കി തരുമ്പോൾ ഈ കടക്കാരന്, ഇതിൻ്റെ ഉടമസ്ഥന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരാശരി ഒരു ബംഗാളിക്ക് 600 രൂപ കൂലിയുള്ള ഈ കാലത്ത് മലയാളിക്ക് എത്ര രൂപ കൂലി കൊടുക്കേണ്ടി വരും? ഇത്ര ആൾക്കാർ കൂലി കൊടുത്ത് ഈ പഞ്ചസാരയും ഈ നല്ല മൈദയും അത് കരിച്ചിട്ടുള്ള എസൻസും അതുപോലെ തന്നെ ഈ പറയുന്ന സാധനങ്ങളെ കൂടെ ചേർത്താൽ എത്ര ലാഭം കിട്ടും? പക്ഷേ ഇത് ഒരു പാരമ്പര്യമാണ്. പാരമ്പര്യത്തിൻ്റെ ഒരു ഗുണമാണ്. ആ ഗുണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ട് എന്നാണ് സൈച്ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എടുക്കാം. Ready? 1, 2, 3, start! നല്ല ഗംഭീരമായിട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. ആ കേക്ക് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത കേക്ക് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഓയിൽ പേപ്പർ പൊളിക്കാൻ പോവുകയാണ്. അണ്ണാ പൊളിക്കണ്ട, അതിനെ കൊണ്ട് പൊളിക്കാൻ കൊണ്ട് അതെ ഓയിൽ കേക്ക് അതിൻ്റെ ഓയിൽ പേപ്പർ പൊളിച്ചു കഴിഞ്ഞു. ഇനിയാണ് ഇതിൻ്റെ അലങ്കാരപ്പണി നടക്കാൻ പോണത്. നമുക്ക് ഏവർക്കും വേണ്ടിയിട്ട് സൈച്ചേട്ടൻ ഇതിൻ്റെ അലങ്കാരപ്പണി ചെയ്യാൻ പോവുകയാണ്. കൗമുദി ചാനൽ പ്രേക്ഷകർക്കും ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ എല്ലാവിധ ഊഷ്മളമായ ക്രിസ്തുമസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സൈച്ചേട്ടനും നമ്മുടെ പ്രിയപ്പെട്ട തോമാച്ചേട്ടനും കൂടെ നമുക്ക് തന്ന ഈ കേക്ക് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഞാൻ മുറിക്കുകയാണ്. പിറന്നവനേ കരുണ നിറഞ്ഞവനേ, കാലിത്തോഴ്ബിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ, പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, ചോരയാളിന്റെ പാപങ്ങൾ ഞങ്ങൾ നിന്നാമം വാഴ്ത്തിടുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, ഹല്ലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ. അപ്പൊ എല്ലാവർക്കും ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മെനി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്.